ഇത് ഹേമയ്ക്കും പ്രേമിനും അവരുടെ കളഞ്ഞുപോയ ജീവിതം വീണ്ടും തിരിച്ചു കിട്ടിയതുപോലെയാണ്. കാരണം അവർ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയെടുത്തുനിന്നാണ് അവരുടെ ജീവിതം വീണ്ടും മുന്നോട്ട് പോയത്. എന്നാൽ മുരളിയുടെ വലിയ മനസ്സാണ് അതിന് കാരണം. എന്നാൽ ഇത്രയൊക്കെ അവിടെ സംഭവിച്ചിട്ടും ഹേമയുടെ വീട്ടുകാരും മുരളിയും ഉൾപ്പെടെ എല്ലാവരും പ്രേമിനെ സ്വീകരിച്ചിട്ടും ഇന്നും നമ്മുടെ സോമിക്ക് വലിയ താല്പര്യമൊന്നും പ്രേമിനോടില്ല. കഴിയുന്ന അത്രയും പാട്ടിയെ കാണുമ്പോൾ പ്രേമിനെക്കുറിച്ച് ഓരോന്ന് പറയും. തൻ്റെ താല്പര്യക്കുറവ് പാട്ടിയോട് പരമാവധി പറഞ്ഞ് പാട്ടിയുടെ മനസ്സിലും പ്രേമിന് ഒരു താല്പര്യക്കുറവ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ സോമി പരമാവധി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ പ്രേമ് ഓരോ ദിവസം കഴിയുന്തോറും വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രേമിൻ്റെ പാട്ട് ഇന്ന് വലിയ രീതിയിൽ വൈറലാവുകയും പ്രേമ് എല്ലാവർക്കിടയിലും അറിയപ്പെടുന്ന ഒരു ഗായകനായി മാറുകയും ചെയ്തിട്ടുണ്ട്. പ്രേമിൻ്റെ ഭാഗ്യം ഹേമയും ഹേമയുടെ വീടുമാണെന്നാണ് പ്രേമിൻ്റെ വിശ്വാസം. ഇന്ന് പ്രേമിന് ഒരുപാട് ആരാധകരും കൂടാതെ തന്നെ ഒരുപാട് ഐശ്വര്യങ്ങളും കൈവന്നിട്ടുണ്ട്. തൻ്റെ സൗഭാഗ്യങ്ങൾക്ക് കാരണം ഹേമയും അവളുടെ വീടും എല്ലാമാണെന്ന് പ്രേമിന് തോന്നാൻ കാരണം വേറെയൊന്നുമല്ല. കാരണം ഹേമയെ കണ്ടുമുട്ടിയതിന് ശേഷമാണ് എനിക്ക് ഇതെല്ലാം എന്നിലോട്ട് വന്നു ചേർന്നത് എന്നാണ് പ്രേമിൻ്റെ അവകാശവാദം. മുരളിയുടെ തീരുമാനം പ്രേമിനും ഹേമയ്ക്കും ഒരുപോലെ സന്തോഷം ഉണ്ടാക്കുന്ന ഒന്നാണ്. എങ്കിലും മുരളിയുടെ മനസ്സറിയാതെ ഒരുപാട് മുരളിയെ നമ്മൾ തെറ്റിദ്ധരിച്ചല്ലോ എന്ന വേദനയും അവർക്കുണ്ട്. മുരളിയുടെ തിരിച്ചുപോക്കിന് ശേഷം അധികം വൈകിക്കാതെ തന്നെ ഹേമയുടെ പേരൻസ് പ്രേമിൻ്റെയും ഹേമയുടെയും വിവാഹം നടത്തിക്കൊടുത്തു. ഇന്ന് അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അവർക്കതിൽ ഒന്നുകൂടി സന്തോഷം പകരാൻ ഒരു മകള് കൂടിയുണ്ട്. അവരുടെ ജീവിതം ഒന്നുകൂടി ഭംഗിയാക്കാൻ വന്ന ഒരു മാലാഖക്കുട്ടി. പ്രേമിൻ്റെ പിന്നാലെ നടന്നിരുന്ന ഹേമയ്ക്ക് ഇന്ന് ഈ മാലാഖക്കുട്ടിയുടെ പിന്നാലെ നടക്കലാണ് പണി. പ്രേമിനും അത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാന പണി. അവർ ഇപ്പോഴും നിൽക്കുന്നത് ഹേമയുടെ വീട്ടിൽ തന്നെയാണ്. പാട്ടിയുടെ കൂടെ തന്നെയാണ് അവരുടെ താമസം. ഇന്ന് ഹേമയുടെ വീട്ടുകാരും മുരളിയുടെ വീട്ടുകാരും നല്ല സൗഹൃദത്തിലാണ്. അവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. കാരണം മുരളി എല്ലാം തന്നെ അവൻ്റെ വീട്ടുകാരെ മനസ്സിലാക്കി കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത്. എന്നാൽ ഇന്ന് മുരളിയെ കാത്തിരിക്കുകയാണ് ചഞ്ചൽ. മുരളിയുടെ ആ വലിയ മനസ്സിൻ്റെ മുമ്പിൽ ചഞ്ചലിന് തൻ്റെ മനസ്സ് കീഴ്പ്പെടുത്തേണ്ടി വന്നു. ഇന്ന് മുരളിക്കും അറിയാം തന്നെ കാത്തിരിപ്പുണ്ട് ചഞ്ചൽ നാട്ടിലെന്ന്. മുരളിയുടെ വരവിനായി കാത്തിരിക്കുകയാണ് ചഞ്ചൽ. മുരളിയാകട്ടെ ചഞ്ചലിൻ്റെ അടുത്തെത്താനായിട്ടുള്ള കാത്തിരിപ്പിൽ.